കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾക്കെതിരെ പോലീസും എക്സൈസ് വകുപ്പും നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ലഹരി വിൽപ്പനയും ഉപയോഗവും തടയാൻ പുതിയ നടപടികളുമായാണ് പോലീസും എക്സൈസും രംഗത്തെത്തുന്നത്. സ്ഥിരം പട്ടികയിലുള്ള വിൽപ്പനക്കാരെ പിന്തുടർന്ന് കസ്റ്റഡിയിലെടുക്കുന്നതിനോടൊപ്പം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീടുകളിലും ലോഡ്ജുകളിലും നിരീക്ഷണവും ശക്തമാക്കി. ലഹരി മരുന്ന് കേസുകളിൽ അതിഥി തൊഴിലാളികളുടെ പങ്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നടപടി. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുക്കം മണാശ്ശേരിയിൽ നിന്ന് 8 കിലോയോളം കഞ്ചാവും മുക്കം ടൗണിൽ നിന്ന് 50 ഗ്രാം കഞ്ചാവുമായി യുവാവിനെയും എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ജില്ലയുടെ വിവിധയിടങ്ങളിൽ ചെറു തൊഴിലുകളിൽ ഏർപ്പെടുന്ന അതിഥി തൊഴിലാളികൾ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് സംഘങ്ങളുടെ കരിയർമാരായി പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തം നാട്ടിൽ പോയി മടങ്ങുന്ന അവസരത്തിലാണ് വലിയ അളവിൽ ലഹരി മരുന്ന് ജില്ലയിലേക്ക് എത്തിക്കുന്നത്. ലഹരി മരുന്ന് താമസ സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് കൈമാറ്റം ചെയ്യുകയാണ് പതിവ്. ചിലർ ചില്ലറ വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് താമസ സ്ഥലങ്ങളിൽ പരിശോധന വ്യാപിപ്പിച്ചത്. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ട്. അവയ്ക്കൊപ്പം ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷാ നടപടികൾ വിശദീകരിക്കാനും ആൻറ്റി നാർക്കോട്ടിക് സെല്ലും പോലീസും നിർദ്ദേശം നൽകി. ഒപ്പം തന്നെ വീട് വാടകയ്ക്ക് നൽകുന്നവർ വാടകക്കാരുടെ വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികളുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാവുന്ന അതിഥി പോർട്ടലും പരിശോധിക്കുന്നുണ്ട്. എല്ലാ തൊഴിലുടമകളും തങ്ങളുടെ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ പോർട്ടലിൽ പൂർത്തിയാക്കണം. ഇത് പോലീസിനേറെ സഹായകരമാവുമെന്ന് അധികൃതർ പറഞ്ഞു. വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പലായനം ചെയ്ത തൊഴിലാളികളെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ഇവയ്ക്കൊപ്പം അതിഥി തൊഴിലാളികൾ വന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മറ്റ് പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധന ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.